Hi guys, welcome back to Watermelon Stories. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ നമ്മൾ പഴയ ഇടുന്ന പോലത്തെ വീഡിയോ അല്ല, നമ്മൾ ഇന്നൊരു ടെക് റിലേറ്റഡ് വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ യൂഷ്വലി പഴയ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിൽ ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. ആ ഫോൾട്ട് എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ അത് ഞങ്ങളിപ്പോ ആലോചിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളിപ്പോ ഇതിൽ ചെയ്തിരിക്കുന്നതിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഐറ്റംസ് വേണം, അതെങ്ങനെ നന്നാക്കാം എന്നൊക്കെ ഉള്ള. സോ ഞങ്ങളുടെ ഒരു ഫോൾട്ട് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അത് മാറ്റാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ എന്നാൽ നമുക്കത് ഒരുമിച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ആൾക്കാരെല്ലാരും കൂടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ആയാലോ. അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്യാം അല്ലെ? അൺബോക്സ് ചെയ്തോ ആസ് യൂഷ്വൽ. അതെ, എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? പിന്നെ ഞങ്ങളിത് കൊറേ വീഡിയോസ് ഇത് റിലേറ്റഡ് കണ്ട് നോക്കി നല്ലതാണല്ലോ എന്നൊക്കെ ചെക്ക് ചെയ്താ ഞങ്ങളിത് മേടിച്ചിരിക്കുന്നത്. കാരണം ഇത് അത്ര ഭയങ്കര ഈസി പീസി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പം ഞങ്ങൾ ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആലോചിച്ചത്, വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ പൈസയൊക്കെ കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഭയങ്കര എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായി, നമ്മൾ അങ്ങനെ എല്ലാത്തിലും പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യം ശരിയാവത്തില്ല. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് our new product ഹോളിലാർക്കിന്റെ M2S മിനി. അതെ, അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇപ്പം ഈ വ്ളോഗ്, ഈ നമ്മുടെ ചാനൽ, നമ്മുടെ വ്ളോഗ് തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു 3-4 വീഡിയോസ് ആയിട്ടുള്ളൂ. പക്ഷെ ആത്മാർത്ഥമായിട്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ്, നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. ആ ബെറ്റർ ആക്കണം എന്ന് പറയുന്ന സംഭവം തന്നെ സൗണ്ടിലാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വരുന്ന മെയിൻ പ്രശ്നങ്ങൾ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ഫിനാൻഷ്യലി നമുക്ക് ഇതുവരെ നമുക്കത് സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഇത് വാങ്ങിയേക്കണേ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇത് വാങ്ങിയേക്കണേല്. അപ്പം ഇതിപ്പോ നമുക്കൊന്ന് ഇനി അൺബോക്സ് ചെയ്യാം. കാര്യം എനിക്ക് അറിയില്ല ആക്ച്വലി ഇതിന്റെ ഒരു പരിപാടി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ കൂടെ ഞങ്ങള് കൊറേ റിവ്യൂസ് ഒക്കെ നോക്കി ഇത് അൺബോക്സ് ചെയ്യണ ഇത് കിട്ടുമ്പോഴും വേണോ, റിട്ടേൺ പോണോ, നല്ലായിരിക്കോ എന്നെല്ലാം പിന്നെ നമ്മൾ തന്നെ പിന്നെ ക്രോസ് ചെക്ക് ചെയ്തൊക്കെ മേടിച്ചു. പല പ്രൈസ് റേഞ്ചിലും നമുക്ക് ഈ ഒരു ഓഡിയോ റിലേറ്റഡ് ഐറ്റം കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഭയങ്കര എക്കണോമിക്കൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സൗണ്ട് ഇപ്പൊ നമ്മള് കറന്റ്ലി നമ്മളിപ്പോ ഇതിന്റെ നമ്മളിപ്പോ ആസ് യൂഷ്വൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ മൈക്കിന്റെ സൗണ്ട് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. നമ്മൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇതിന്റെ സൗണ്ട് എന്തായാലും നിങ്ങളെ കാണിച്ചു തരും ഉറപ്പായിട്ടും. ആദ്യം നമുക്ക് എന്ത് സാധനം വാങ്ങിയാലും കിട്ടുന്ന പോലത്തെ ഈ ബുക്ക്ലെറ്റ്, ഇത് നമ്മൾ എപ്പോഴത്തെ പോലെ ഇത് നമ്മൾ വായിച്ചു നോക്കില്ല. ഇത് നമ്മൾ ഇട്ടേക്കാം. നമ്മളത് വായിച്ചു നോക്കില്ല, ഞാൻ വായിച്ചു നോക്കില്ല, അതുകൊണ്ട് വായിച്ചു നോക്കോട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിപ്പോ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെ ബോക്സിലുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിന്റെ ഉള്ളില് നമുക്ക് ഇതിന്റെ ഒരു പൗച്ചും ഇത്രേ ഉള്ളൂ. ഇതാണ് പൗച്ച്. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ക്യാരി ചെയ്യാവുന്നതാണ്. കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട, ഇതൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഇത് കവർ ചെയ്യാൻ പറ്റും. വീണ്ടും അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മേ ബി നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് കളയാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇത് ഇതിന്റെ അഡാപ്റ്റർ നമുക്ക് ഇതിന്റെ കൂടെ ചാർജ് ചെയ്യാനായിട്ട് എടുക്കാം. ഇത് പിന്നെ 2 കണക്ടേഴ്സ്. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും. പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ കവർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ ഗൈഡ്, യൂസർ മാനുവൽ, ഇതെങ്ങനെയാണ്, ഏതാണ് ഇതിന്റെ പരിപാടികൾ എന്നൊക്കെയുള്ളത്. ഈ ഒരു മൈക്ക് വന്നിട്ട് 2 ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറയിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്യാം. ഞാനത് ഫുൾ സെറ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിയേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം മേ ബി ഫ്യൂച്ചറിൽ നമ്മൾ ഇനിയിപ്പോ ക്യാമറയിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണം. ഒപ്പം തന്നെ ഫോൺ കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടും ഉള്ളത് തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. ഇതിപ്പോ നമ്മുടെ ഈ ഇയർബഡ്സ് പോലെ ഇതിന്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇത് എന്നിട്ട് ഇതായിരിക്കും ഇവിടെ ഒരു ഇതുണ്ട്, നമുക്കതിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഇത്.
ക്യാമറയുടെ ഇതില് കണക്ട് ചെയ്യാം. റിസീവർ ആണത്. ഇത് നമുക്ക് ഫോണില് ചെയ്യാം. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഏത് സിറ്റുവേഷനിലും ഇത് അങ്ങനെ നമുക്ക് ഫോണിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ ഉപയോഗിക്കണ ഈ മൈക്കിന്റെ ഇതേ സെയിം റിസീവർ ചാർജ് ചെയ്യണം. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെപ്പറേറ്റ്ലി രണ്ട് മൈക്കും എല്ലാം ചാർജ് ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ ക്യാരി ചെയ്യുമ്പോ തന്നെ അത് ലൈക്ക് 3-4 ചാർജറൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഓണൊക്കെ ഇതിൽ തന്നെ ഓൺ ഉണ്ടാവും. 2 ബട്ടൺ ഉണ്ട്. ഇതിലൊരു ബ്ലൂ ലൈറ്റ് കത്താണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ നോർമൽ മൈക്ക്. ഒരു സ്വിച്ചും കൂടി ഒന്നുകൂടി ഞെക്കുമ്പോഴേക്കും ഇതിൽ ഗ്രീൻ വരും. അതാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ മൈക്കിൽ നിന്നായിരിക്കും. അതെ, ഈ ഇപ്പൊ തൊട്ടുള്ള നമ്മുടെ സൗണ്ട് പുതിയ മൈക്കിൽ നിന്നുള്ളതാണ്. നോക്കി ചെറിയൊരു ഡോട്ടേ കാണുള്ളൂ. മറ്റത് ഇത്രയും വലിയൊരു ഇതൊക്കെ കാണിച്ചു തരാം. ഇത്രയും വലിയൊരു ആയിട്ട് ഇവിടെ വെക്കണതും ഈ ഒരു ഡോട്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണേലും വേറെ ചെയ്ത് പോവാം. ഒരു ടെൻഷൻ ഫ്രീ ഇല്ല. ഇത് വീഴുവോ ഇരിക്കോ ഇല്ല എന്നുള്ള ടെൻഷനൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതവിടെ അതിന്റെ പാട് നോക്കി അവിടെ ഇരിക്കുകയും ചെയ്യും. അതിന്റെ പണി അത് നീറ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതെ, ഇപ്പൊ നിങ്ങൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് ഇപ്പൊ എന്തായാലും നോക്കിപ്പോ ഇപ്പൊ എന്തായാലും ആംബിയൻസ് സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. അതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചുതരാം. നോയിസ് ക്യാൻസലേഷൻ ഇപ്പൊ ഓഫ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പോൾ ഉള്ള സൗണ്ട് ഡിഫറൻസ് എന്തായാലും അതിന്റെ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഈ വോയിസ് തന്നെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അതിന്റെ സൗണ്ടൊക്കെ മിക്കവാറും ക്യാപ്ചർ ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് നോയിസ് ക്യാൻസലേഷൻ എന്തായാലും ഒന്ന് ഓൺ ആക്കാം. അപ്പൊ അതെ, ഇനി സൗണ്ട് ഡിഫറൻസ് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പുതിയ മൈക്ക്. അപ്പൊ ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസും നമ്മുടെ ബാക്കി വ്ളോഗ്സും എല്ലാം ഈ ഇതിൽ നിന്നായിരിക്കും ഇനി സൗണ്ട് ഒക്കെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോൺ ലിങ്കും ഫ്ലിപ്കാർട്ടിനും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. അപ്പൊ അത്രയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും.